നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. 4-ാം മത്സരത്തിൽ 15 റൺസിന്റെ ജയം നേടിയ ഇന്ത്യ 5 മത്സര പരമ്പര 3-1 നേടിയെടുത്തത്. ഒരു മത്സരം ശീർഷയ്ക്ക് ഇന്ത്യ കിരീടം എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. ശിവം ദുബൈയുടെയും ഹർദിക് പാണ്ഡ്യയുടെയും അർദ്ധ സെഞ്ചുറികളും രവി ബിഷ്ണോയുടെയും ഹർഷിത് റാണയുടെയും 3 വിക്കറ്റ് പ്രകടനങ്ങളുമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. എന്നാൽ ഇന്ത്യയുടെ ജയത്തിനിടയിലും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയാണ്. ബാറ്റിംഗിൽ മാത്രമല്ല കീപ്പിംഗിലും സഞ്ജു നിരാശപ്പെടുത്തുകയായിരുന്നു. എന്തുകൊണ്ട് സഞ്ജുവിന്റെ പേര് ഇത്തരത്തിൽ ഒരുപാട് വിമർശിക്കപ്പെടുന്നു? മറ്റുള്ള മുൻനിര ബാറ്റർമാരെല്ലാം നിറം മങ്ങിയിട്ടും സഞ്ജുവിന്റെ പേര് എന്തിനാണ് വലിച്ചിഴക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും നമ്മൾ തേടേണ്ടതുണ്ട്. സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ നിരവധി പേരാണ് രംഗത്തെത്തിയത്. സെലക്ടർമാർക്കെതിരെയും ടീം മാനേജ്മെന്റിനെതിരെയും ശക്തമായ ഭാഷയിൽ ആരാധകരും അതുപോലെ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരും എല്ലാം തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിഭാശാലിയായ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു തന്നെ. തുടർച്ചയായ 4-ാം മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തിയതോടെ തങ്ങളുടെ തീരുമാനം തെറ്റിയില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ മാനേജ്മെന്റ് എത്തിയിരിക്കുന്നത്. 26, 5, 3, 1 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ ഈ ഒരു ടൂർണമെന്റിലെ സ്കോറുകൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഇനി പ്രശ്നമില്ല എന്നുള്ള തീരുമാനങ്ങൾ. എന്തായാലും പൂനെയിൽ ഇന്ത്യ വിജയത്തിനായി പൊരുതിയപ്പോൾ ടീമിനെ പിന്നോട്ടടിക്കുന്ന നീക്കമായിരുന്നു സഞ്ജുവിൽ നിന്നുണ്ടായത്. പരിശീലകൻ ഗൗതം ഗംഭീർ അടക്കം എതിരാകുന്ന തരത്തിലുള്ള മോശം പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡ്രസ്സിംഗ് റൂമിൽ സഞ്ജുവിനെതിരെ ഗംഭീർ തിരിഞ്ഞുവെന്നും തന്റെ വിമർശന ചൂട് അറിയിച്ചുവെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സഞ്ജുവിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് പോലും ഉയരുന്നത്. ഇന്ത്യ പൂനെയിൽ ജയിച്ചത് അവസാന ഓവർ വരെ വിറച്ച ശേഷമാണ്. ജേക്കബ് ബെതലും ജാമി ഓവർട്ടനും ഇന്ത്യക്ക് ഭീഷണിയാകുമെന്ന് കരുതിയെങ്കിലും ഈ വെല്ലുവിളികളെ മറികടക്കാൻ ഇന്ത്യയുടെ മധ്യനിരയ്ക്ക് ശേഷമുള്ള ബാറ്റർമാർക്ക് സാധിച്ചിട്ടുണ്ട്. വിക്കറ്റിന് പിന്നാലെ സഞ്ജുവിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ബെതലിനെ തുടക്കത്തിലെ മടക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിരുന്നു. ഹർഷിത് റാണ ഇറങ്ങിയ 15-ാം ഓവറിലെ ആദ്യ പന്തിൽ ബദൽ 2-ാം റൺസിന് ശ്രമിച്ചിരുന്നു. റിങ്കു സിംഗ് മനോഹരമായി പന്ത് ത്രോ ചെയ്തതാണ്. എന്നാൽ കൃത്യമായി പന്ത് കയ്യിലൊതുക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. അല്ലായിരുന്നുവെങ്കിൽ അനായാസ റണ്ണൌട്ടായി ഇത് മാറുമായിരുന്നു. സഞ്ജുവിന്റെ പിഴവ് കണ്ട് നിരാശയോടെ ഇരിക്കുന്ന പരിശീലകൻ ഗൗതം ഗംഭീറിനെയും കാണാൻ സാധിക്കുമായിരുന്നു. സഞ്ജു മികച്ചൊരു സ്റ്റെമ്പിങ്ങിന് ശ്രമിച്ചു എങ്കിലും ഇത് വിക്കറ്റായി മാറിയില്ല. പൊതുവെ വിക്കറ്റിന് മുന്നിൽ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ടെങ്കിലും പൂനെയിൽ പ്രതീക്ഷിച്ച പ്രകടനം അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചില്ല. തന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഇത് വ്യക്തവുമായിരുന്നു. സഞ്ജു സാംസൺ നിർണായകമായ ഒരു ക്യാച്ചും കൈവിട്ട് കളഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതും മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ സമയത്താണ്. 19-ാം ഓവറിലെ 3-ാം പന്തിലാണ് ഈ ഒരു പിഴവ് സംഭവിച്ചത്. ഹർഷിത് റാണയുടെ ഓവറിൽ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി ക്രീസിലുണ്ടായിരുന്നത് ജാമി ഓവർട്ടനാണ്. ഇന്ത്യക്ക് മുന്നിലുള്ള അവസാന ഭീഷണിയായിരുന്നു ഓവർട്ടൺ. ഹർഷിതിന്റെ ഒരു മികച്ച സ്ലോ ബോൾ ഓവർട്ടന്റെ ബാറ്റിൽ തട്ടി ഉയരുകയായിരുന്നു. ഷോർട്ട് തേർഡിൽ ഫീൽഡറായിട്ടുള്ള വരുൺ ചക്രവർത്തിക്ക് അനായാസമായി എടുക്കാവുന്ന ക്യാച്ചായിരുന്നു ഇത്. എന്നാൽ വരുണിനെ ശ്രദ്ധിക്കാതെ സഞ്ജു ഈ ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചു. സഞ്ജുവിന് ക്യാച്ച് എടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വരുണിന് കിട്ടിയ അവസരം കൂടി തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. പരിശീലകൻ ഗൗതം ഗംഭീർ മുഖം പൊത്തിയാണ് ഈ ഒരു നിരാശ പ്രകടിപ്പിച്ചത്. ഈ ക്യാച്ച് പാഴാക്കിയത് ഇംഗ്ലണ്ടിന് പുതുജീവൻ നൽകുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഹർഷിത് റാണ ഓവർട്ടനെ ക്ലീൻ ബൗൾഡ് ചെയ്ത ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. ബാറ്റിംഗിൽ മോശം ഫോമിലുള്ള സഞ്ജു വിക്കറ്റിന് പിന്നിലും നിരാശപ്പെടുത്തുന്നത് താരത്തിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ട് പരമ്പര ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച താരമായിരുന്നു സഞ്ജു സാംസൺ. സമീപകാലത്തെ പരമ്പരകളിൽ തകർപ്പൻ പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ തൊട്ടതെല്ലാം സഞ്ജുവിന് പിഴയ്ക്കുകയായിരുന്നു. 26, 5, 3, 1 ഈ ഒരു റണ്ണുകൾ സത്യം പറഞ്ഞാൽ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല മലയാളികൾ. പ്രത്യേകിച്ച് KCAയുമായുള്ള ഉടക്കുകൾക്കിടെ സഞ്ജു അതിനുള്ള മറുപടി നൽകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ട ഒരുപക്ഷെ സഞ്ജുവിന്റെ എതിരായിട്ട് നിന്ന KCA ഭാരവാഹികളും ചിരിക്കുകയായിരിക്കും. മികച്ച തുടക്കം നൽകാനാകാതെ സഞ്ജു പതറുന്നത് ഇപ്പോൾ സ്ഥിരമായി വന്നതോടെ ഇനി സഞ്ജുവിന്റെ ഓപ്പണർ സീറ്റ് എത്രത്തോളം നിൽക്കുമെന്നതും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഗംഭീറും സൂര്യയും നൽകുന്ന പിന്തുണയായിരുന്നു സഞ്ജുവിന് ഇത്രയും കാലം ഒരു മൈലേജായി ഉണ്ടായിരുന്നത്. പക്ഷേ അവരും ഇപ്പോൾ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്തരത്തിൽ അവർ സഞ്ജുവിനെ പിന്തുണയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ ഒരു പിന്തുണ വൈകാതെ നഷ്ടപ്പെടുമെന്ന് തന്നെ കണക്ക് കൂട്ടാം.